സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അതിലേക്ക് കൂടി പോകാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ എന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദം പൊളിയുകയാണ്. പോറ്റിയുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ കടകംപള്ളി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. 8 വർഷം മുൻപ് ഒരു വീട്ടിൽ പോയത് താൻ ഓർത്തു വെക്കണമോ എന്നായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. ആ മോളെ കണ്ട് ചോദിക്കുക, എവിടെയാണ്, എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ മൊമെന്റോ കൊടുത്തെന്ന് ചോദിക്കുക. എന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യാൻ. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, കടകംപള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ വാദമുഖങ്ങളെല്ലാം ഇന്ന് പൊളിയുന്നതാണ് നമ്മൾ കണ്ടത്. 2ാം വട്ടവും പടം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പൂർണ്ണമായ വ്യക്തതയുള്ള ഒരു മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ദുർബലമാകുന്നതിനെ എങ്ങനെയായിരിക്കും SIT കാണുന്നുണ്ടാവുക? വേഗത്തിൽ 2ാം വട്ടവും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്ന നടപടികളിലേക്ക് SIT കടക്കുമോ? അങ്ങനെയെങ്കിൽ അത് എപ്പോഴും ഉണ്ടാകും. 23-ാം തീയതി നിയമസഭയുടെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. ജാഥകളെല്ലാം തീർന്ന് ഒരു രാഷ്ട്രീയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് നിയമസഭ വീണ്ടും പുനരാരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട, സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും പ്രതിപക്ഷ നിയമസഭയിൽ പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കുക. അതിനിടയിൽ കുറ്റപത്രം നൽകാൻ വേണ്ടിയുള്ള നീക്കം SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് UDF കൺവീനറായ അടൂർ പ്രകാശിനെ വേഗത്തിൽ ചോദ്യം ചെയ്തത്. ഇതിപ്പോൾ കടകംപള്ളി ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. മറ്റൊരു ചിത്രം ഇപ്പോൾ പുറത്തു വരികയാണ്. അദ്ദേഹം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ബന്ധുവിന്, വിദ്യാഭ്യാസത്തിൽ മികച്ച റാങ്ക് നേടിയ ഒരു കുട്ടിക്ക് പേന സമ്മാനമായി നൽകുന്നതാണ് ആ ചിത്രത്തിലുള്ളത്. അത് എന്തിനു പോയി എന്ന ചോദ്യത്തിന് കടകംപള്ളിക്ക് ഉത്തരവില്ല. അദ്ദേഹം പറയുന്നത്, എനിക്കത് 8 വർഷം മുമ്പുള്ള സംഭവം ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നില്ല എന്നാണ്. സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ കടകംപള്ളി അങ്ങനെയുള്ള കാര്യം തന്നെ പറയാനായിരിക്കും സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവരോട് ചോദിക്കണം എന്തിനാണ് പോയത്, എത്ര വട്ടം പോയിട്ടുണ്ട് എന്ന കാര്യം അങ്ങനെ ചോദിച്ചറിയണം. എന്തായാലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കം, 2ാം ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിക്കുന്നുണ്ട്. ആന്റണിയുടെ മൊഴി വരും ദിവസങ്ങൾ രേഖപ്പെടുത്തും. കടകംപള്ളി സുരേന്ദ്രനെ പൂർണ്ണമായി ഒഴിവാക്കിയാൽ ഒരു രാഷ്ട്രീയ പക്ഷപാതം കാട്ടി എന്ന ആരോപണം SITക്ക് നേരിടേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയ ആരോപണത്തിന് നിന്നുകൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടക്കം പൂർണ്ണ തൃപ്തി ഈ അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ മികച്ച ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നതെന്നടക്കം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതാണ്. അതിന്മേലൊരു കരിനിഴൽ വീർത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അടൂർ പ്രകാശിനെയും ആന്റണിയെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ, അല്ലെങ്കിൽ അതിനിടയ്ക്കോ കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്യും. എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയും ഒരു ക്ലീൻ കുറ്റപത്രം അവർക്ക് നൽകാൻ കഴിയുകയും ചെയ്യൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സൈഫുദ്ദീൻ.